ഞാൻ ആദ്യം കാണുന്ന പൊതുപ്രവർത്തകരിൽ ഒരാളാണ്. എൻ്റെ അച്ഛൻ്റെ വല്യച്ഛനാണ്. അപ്പോൾ അദ്ദേഹം അടൂർ MLA ആയിരിക്കുന്ന കാലത്ത് ഞാനന്ന് ജനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അന്ന് ഈ MLA മാർക്ക് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓരോ പ്രദേശത്ത് ചില വീടുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ MLA മാരുടെ ഓഫീസായി പ്രവർത്തിക്കുക. അപ്പം ഞങ്ങളുടെ ആ മേഖലയിൽ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലാണ് അദ്ദേഹം എത്താറുള്ളത്. അപ്പോൾ അച്ഛൻ ചെറുതിലെ തൊട്ട് അദ്ദേഹത്തോടൊപ്പമായിരുന്നു. പഠിപ്പിച്ചതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ സഹോദരി ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് അന്ന് ഈ MBA ഭയങ്കരമായി ഭൂമിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ കോയമ്പത്തൂരിൽ അയ്യപ്പ സേവാ സംഘത്തിന് അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വാധീനമുള്ളൊരു കോളേജുണ്ട്. അപ്പോൾ ആ കോളേജിലൊരു അഡ്മിഷൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ തൻ്റെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അഡ്മിഷൻ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ വരെ അതൊന്നും ഈ ലോകത്ത് രണ്ടാമതൊരാൾ അറിയുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് സമന്വയത്തിൻ്റെ ഒരു പാക്കേജാണ്. പാർട്ടിക്കകത്ത് എപ്പോഴൊക്കെ ആഭ്യന്തരമായിട്ടുള്ള ഗ്രൂപ്പൊക്കെ കത്തി നിന്ന സമയത്ത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ ആ തീ അണയ്ക്കുവാനുള്ള നല്ല തണുത്ത ജലമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പർ MLA മാരെ സമ്മാനിച്ച PCC പ്രസിഡന്റ് എന്ന തലത്തിലും ഓർക്കപ്പെടേണ്ടതായിട്ടുള്ള ആളാണ്. 2001 100 സീറ്റുമായി മുന്നണിയും പാർട്ടിയും അധികാരത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ PCCയുടെ പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. എന്നിട്ട് പാർട്ടിക്കകത്തുണ്ടാകുന്ന ഒരു ധാരണയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് അത് ഒഴിയാൻ പറയുമ്പോൾ ഒരു ഇലയനങ്ങുന്ന ചലനം പോലും ഇല്ലാതെ അദ്ദേഹം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഗ്രൂപ്പ് കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പക്ഷങ്ങളില്ലാതെ ലീഡറും ആന്റണി സാറും രണ്ട് പക്ഷത്ത് ഇരുധ്രുവങ്ങളായി ഭയങ്കരമായി പാർട്ടിക്കകത്ത് ആശയപോലെ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷത്തുമില്ലാതെ നിന്നിട്ടുള്ളതടക്കമുള്ള ഒരു കാലമുണ്ട്. ഒരു ഐക്യത്തിൻ്റെ വക്താവാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വിയോഗം. കുറേ കാലമായി സുഖമില്ലാതെ ചികിത്സയിലായിരുന്നു. അതിനു മുമ്പ് കുറേ കാലമായി തീവണ്ടിയിൽ മാത്രമുള്ള യാത്രകൾ മാത്രം കാറിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയുള്ള പ്രവർത്തനമായിരുന്നു. അപ്പോൾ എന്തായാലും അത് കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിന് തന്നെ വ്യക്തിപരമായൊരു വലിയ നഷ്ടം തന്നെയാണ്.